ശ്രീ എൻ പി ചേക്കുട്ടി, അൻവർ സിറ്റിംഗ് എം എൽ എ ആണ്. ആര്യാടന്റെ അപ്രമാദിത്വം അവസാനിപ്പിച്ച് നിലമ്പൂർ LDF വേണ്ടി തിരിച്ചുപിടിച്ച ആളാണ്. ആ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം അൻവറിനുണ്ട്. പക്ഷേ അദ്ദേഹം അത് കളഞ്ഞു കുളിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഈ അനാവശ്യ സമയത്തെ അനാവശ്യമായ പ്രകോപനങ്ങൾ മൂലം ഇപ്പോൾ നമ്മൾ LDF ഒരു വോട്ട് നില എടുത്താൽ തന്നെ അവർക്ക് 2009-ലും 2011-ലും 60,000-ന് മുകളിൽ വോട്ട് ക്രോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഘട്ടത്തിലും അൻവർ മത്സരിക്കാത്ത ഒരു ഘട്ടത്തിലും. അൻവറിന് പക്ഷേ 81,000 വോട്ട് വരെ സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൻവർ ഒരു ഫാക്ടറാണ്. അൻവർ പ്ലസ് LDF ആണ് കഴിഞ്ഞത് അവിടെ വിജയിച്ചത് എന്നുള്ളത് വ്യക്തവുമാണ്. അപ്പോൾ അൻവറിനെ ഒന്ന്, അൻവർ അപ്രസക്തനാവുന്നുണ്ടോ? രണ്ട്, അൻവറിനെ വളരെ നിസ്സാരമായി എങ്ങനെയും പ്രകോപിപ്പിക്കാം എന്ന് UDF വിചാരിച്ചാൽ അതും ശരിയാകുമോ? അല്ല, രണ്ട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒന്ന്, അൻവർ തീർച്ചയായും ഒരു 10-15 വർഷമായിട്ട് നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ്, കോൺഗ്രസിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. അദ്ദേഹത്തെ ഇടതുപക്ഷത്തേക്ക് അവരെ കൊണ്ടുവരികയുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു, അദ്ദേഹം ജയിച്ചു. അപ്പോൾ തീർച്ചയായും അൻവറിന് വ്യക്തിഗതമായിട്ട് കുടുംബപരമായിട്ട് ആ പ്രദേശത്തൊരു സ്വാധീനമുണ്ട്, ശക്തമായിട്ടുള്ള ഒരു സാന്നിധ്യം തന്നെയാണ് അൻവർ. പക്ഷേ എവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അൻവർ ഇടതുപക്ഷം വിട്ടതിന് ശേഷമുള്ള കഴിഞ്ഞ 6 മാസക്കാലത്തെ അൻവറിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ കാണുന്ന ചില പ്രത്യേകതകളുണ്ട്. ഒന്ന്, അദ്ദേഹം ഒറ്റയാൻ ഒരു പോരാട്ടത്തിനാണ് അദ്ദേഹം ശ്രമിച്ചത്. നമ്മുടെ കേരളത്തെ പോലെയുള്ള വളരെ സംഘടിതമായ രാഷ്ട്രീയമുള്ള വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉള്ള ഒരു സ്ഥലത്ത് നിങ്ങളൊരു ഇൻഡിവിജ്വൽ എന്ന നിലയ്ക്ക് ഒരു എൻറ്റയർ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ട് ഏറ്റുമുട്ടാൻ പോകുമ്പോൾ അധികം ആളുകളെ കുറേ ആദ്യകാലത്തൊക്കെ അദ്ദേഹത്തിന് ആളുകൾ കിട്ടി. പക്ഷേ പിന്നീടുള്ള സമയങ്ങളിൽ കാണുന്നത് അൻവറിൻ്റെ ആ തരത്തിലുള്ള ഒരു ജനകീയമായിട്ടുള്ള ഒരു ശക്തി, ജനപിന്തുണ, ഇത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിന്നാൽ മാത്രമേ പൊളിറ്റിക്കലി ഇഫക്റ്റീവായിട്ട് അദ്ദേഹത്തിന് ഫൈറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ അൻവർ സാധാരണ നിലയിൽ അദ്ദേഹം UDF-ഉമായിട്ട് യോജിച്ചു പോകാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു. അത് കഴിയാതെ വന്നപ്പോഴാണ് അദ്ദേഹം തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ പോയി മറ്റു പാർട്ടികളുമായിട്ട് യോജിപ്പുണ്ടാക്കിയത്. പക്ഷേ ഈ സാഹചര്യത്തിലും നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അജണ്ട, അതായത് കേരളത്തിലെ ഇന്നുള്ള സർക്കാരിനോട്, അദ്ദേഹത്തിൻ്റെ തന്നെ നേതാവായിരുന്ന പിണറായി വിജയനോട് അദ്ദേഹത്തിനുള്ള കണക്കുകൾ തീർക്കണമെങ്കിൽ ഏറ്റവും ശക്തിയുള്ള പ്രതിപക്ഷ പ്രസ്ഥാനവുമായിട്ട് യോജിക്കുക എന്നുള്ളത് മാത്രമാണ് അൻവറിന് മുമ്പിലുള്ള വഴി. അപ്പം അതിന് അദ്ദേഹം ശ്രമിക്കുമ്പോൾ അദ്ദേഹം എടുത്ത ചില നിലപാടുകൾ, പ്രത്യേകിച്ചും മറ്റൊരു പാർട്ടിയുടെ സീറ്റാണത്, കോൺഗ്രസിൻ്റെ സീറ്റാണ്. ആ സീറ്റിനകത്ത് ആരായിരിക്കണം അവരുടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിലൊക്കെ പരസ്യമായ നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ മറ്റൊരു കക്ഷിയിൽ നിന്ന് വന്ന ഒരാൾ പിന്നെ ഇടപെടാൻ ശ്രമിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, അതൊരിക്കലും ഗുണം ചെയ്യില്ല. പൊളിറ്റിക്കലായിട്ട് നമ്മൾ നിലപാടുകളിൽ പോലും മറ്റ് കക്ഷി, പ്രത്യേകിച്ച് നമ്മൾ യോജിക്കാൻ ശ്രമിക്കുന്ന ഒരു കക്ഷിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് അൻവറിന് വലിയ ദോഷം ചെയ്തിട്ട്. അതാണ് ലീഗുകാരും കോൺഗ്രസ്സുകാരും തമ്മിൽ മലപ്പുറത്തും നിലമ്പൂരും ഒക്കെ തന്നെ എല്ലായ്പ്പോഴും, പ്രത്യേകിച്ച് ആര്യാടനുള്ള കാലത്ത് കടുത്ത സംഘർഷങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ ഇപ്പം ലീഗുകാർ ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ അമിതമായിട്ടൊരു പരസ്യമായിട്ട് നിലപാടെടുക്കുന്നില്ല. യഥാർത്ഥത്തിൽ അൻവറിനോട് അവർക്കൊരു യോജിപ്പുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്, അൻവർ കൂടി വന്നാൽ നല്ലതാണെന്ന് അഭിപ്രായമുണ്ട്. അപ്പോൾ പോലും മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികൾ ഇക്കാര്യത്തിൽ എടുക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് സമീപനം ഉണ്ടല്ലോ, ആ സമീപനത്തിൽ നിന്ന് മാറി വളരെ പരസ്യമായിട്ടുള്ള ഏറ്റുമുട്ടലിൻ്റെ ശൈലി അൻവർ എടുത്തത് അദ്ദേഹത്തെ വലിയൊരു പ്രതിസന്ധിയിൽ എത്തിച്ചിട്ടുണ്ട്. അത് ആണ് ഇന്ന് അദ്ദേഹത്തിന് എൻ്റെ മുഖത്ത് ചവിട്ടി തുടങ്ങിയ വൈകാരികമായ ഡയലോഗുകൾ. സത്യത്തൊന്നും കോളേജ് ഇലക്ഷനോ സ്കൂൾ ഇലക്ഷനോ ഒന്നും അല്ലല്ലോ, ഇതൊരു ജനറൽ ഇലക്ഷനാണ്. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ അൻവറെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ചിന്തയോടുകൂടി, കുറെ കൂടി പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള നിലപാട് അൻവർ എടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അക്കാര്യത്തിൽ അൻവർ, എനിക്ക് തോന്നുന്നു KC വേണുഗോപാലൊക്കെയുള്ള ചർച്ചയ്ക്ക് ശേഷം ആ തരത്തിലുള്ള സമീപനത്തിലേക്ക് അൻവർ മാറി വരും. അല്ലാതെ മറ്റൊരു മാർഗവും അദ്ദേഹത്തിന് മുമ്പിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത.